ഈ ഭൂമിയിൽ കൂടെ നിൽക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ ഭയാനകമാണ്. എല്ലാവരും കൂടെയുള്ളപ്പോൾ നാം അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല താനും. എന്നാൽ ഓരോരുത്തരായി നമ്മെ വിട്ട് പിരിയുമ്പോൾ മാത്രമേ ബന്ധങ്ങളുടെയും സ്വന്തങ്ങളുടെയും വില നാം തിരിച്ചറിയുന്നുള്ളൂ. ഈ ഭൂമിയിലെ ജീവിതത്തിന് കൂട്ടുബന്ധങ്ങൾ ആവശ്യമായ ഒരു ഘടകമാണ്. അത് ചിലപ്പോൾ കിട്ടിയെന്നും കിട്ടിയില്ല എന്നും വരാം. നമ്മുടെ സങ്കടങ്ങളിലും സുഖങ്ങളിലും കൂടെ നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പലതും നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുമായിരുന്നു. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും കാരണത്താൽ ഒറ്റപ്പെട്ട് കഴിയുന്നുവെങ്കിൽ, കൂടെ നിൽക്കുവാൻ ആരുമില്ല എന്ന പരിഭവമുണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം താങ്കൾക്കുള്ളതാണ്. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ നമ്മോടൊപ്പം നിൽക്കുവാൻ, നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ രക്തബന്ധങ്ങളോ കൂട്ടു സഹോദരങ്ങളോ ഇല്ലെന്ന് വന്നാലും നാം ഒറ്റയ്ക്കായി പോയി എന്ന ഭയം നമുക്ക് വേണ്ട എന്നാണ് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്. കാരണം നമ്മെ നിർമ്മിച്ചവനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ ആകുല ചിന്തകൾ അറിയുന്നവനുമായ സ്വർഗസ്ഥനാം ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ഏതൊക്കെ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെന്നാലും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസമുള്ളവർക്ക് ഭയമന്യേ ജീവിക്കുവാനും ദൈവ സാമീപ്യം ആസ്വദിക്കുവാനും കഴിയും. ഭയപ്പെടേണ്ട എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓരോ ദിവസവും നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് ദൈവമെന്നും എപ്പോഴും ഏതു സാഹചര്യത്തിലും നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. സാധു കൊച്ചുഞ്ഞു ഉപദേശി താമസിച്ചിരുന്ന ഭവനത്തിന് സമീപം ഉപദേശിയുടെ സ്വന്തക്കാരായ ഒരു കുടുംബം പാർത്തിരുന്നു. അവർ അടുത്തുണ്ടായിരുന്നത് ഉപദേശിക്കും കുടുംബത്തിനും ഒരാശ്വാസമായിരുന്നു. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ ഒരു പ്രഭാതത്തിൽ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് പാർക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ് ഉപദേശി വളരെ സങ്കടപ്പെടുകയുണ്ടായി. അന്നേരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു വേദവചനമത്രേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനം ഉപദേശിയെ ധൈര്യപ്പെടുത്തി. ആ സമയത്ത് സാധു കൊച്ചുഞ്ഞു ഉപദേശി ഇങ്ങനെ എഴുതുകയുണ്ടായി, ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദി പൂണ്ട് ഖേദിപ്പാൻ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നമ്മുടെ ഉറ്റവരും ഉടയവരും സ്നേഹിതരുമായവർ നമ്മിൽ നിന്നും അകന്നു പോയെന്നാലും ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നതത്രേ, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.